കോഴിക്കോട് വളയത്തെ വീണ്ടും ഓൺലൈൻ തട്ടിപ്പ്. ഇരട്ടിയിലധികം പണം തരാമെന്ന് വിശ്വസിപ്പിച്ച് റിട്ടയർഡ് അധ്യാപകന്റെ 7 ലക്ഷത്തോളം രൂപ അടിച്ചു മാറ്റിയതായി പരാതി. സഞ്ജന AS എന്ന സ്ത്രീക്കെതിരെ വളയം പോലീസ് കേസെടുത്തു. നിഖിൽ പ്രമേഷ് കൂടുതൽ വിവരങ്ങൾ നൽകും. പറയൂ നിഖിൽ. ഗുഡ് മോർണിംഗ്. വളയത്തിപ്പോൾ ഇതൊരു തുടർക്കഥയായി മാറുകയാണ്. ഇത്തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പ് നിരന്തരം ആളുകളെ പലവിധ വാഗ്ദാനങ്ങൾ നൽകി കബളിപ്പിക്കുകയാണ്. ഇപ്പോഴൊരു റിട്ടയർഡ് അധ്യാപകനാണ് ഈ വലയിൽ അകപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം ചക്യാട് സ്വദേശി തന്നെയാണ്. കെ ശശിധരൻ എന്നാണ് ഈ പരാതിക്കാരൻ്റെ പേര്. 2025 ജനുവരി 24 മുതൽ ജൂൺ 6 വരെയുള്ള കാലയളവിൽ ഏതാണ്ട് 1,14,000 പരം രൂപ ഈ അധ്യാപകന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ഈ സഞ്ജന എന്നുള്ള പ്രതി അതൊരു സാങ്കല്പിക കഥാപാത്രമാണോ എന്നുള്ള സംശയം പോലുമുണ്ട്. അത്തരത്തിലാണ് ഇപ്പോൾ പോലീസ് പങ്കുവയ്ക്കുന്ന വിവരം. ഒരു ഹൗസിംഗ് പ്രൊജക്ട്, ടാറ്റ പ്രോപ്പർട്ടി ഹൗസിംഗ് സൈറ്റ് എന്ന പ്രൊജക്ടിന്റെ പേരിൽ അതിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വലിയ ലാഭം, ഇരട്ടിയോളം തുക ലാഭമായി ലഭിക്കുമെന്ന് വിശ്വസിപ്പിച്ചാണ് ഈ പാവം അധ്യാപകനിൽ നിന്ന് ഏതാണ്ട് 7 ലക്ഷത്തിൽ പരം രൂപ തട്ടിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ 7 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ മുതലും ലാഭവും അത് ഏതാണ്ട് ഇരട്ടിയോളം തുക ഒരു വർഷത്തിനിടയിൽ തിരികെ തരാം എന്നുള്ള ഉറപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഇദ്ദേഹം പണം നിക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാൽ പണം നിക്ഷേപിച്ച് ഇക്കാലം അത്രയും അതിന്റെ ലാഭമോ മുടക്കുമുതലോ പോലും തിരികെ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാകാതെ വന്നതോടുകൂടിയാണ് ഇദ്ദേഹം വളയം പോലീസിൽ പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പോലീസ് കേസെടുത്ത് ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്.